ദയവേത് റീച്ചിനും ലൈക്കിനും വേണ്ടിയിട്ട് ഇമാതിരി ഏർപ്പാടുകൾ ദയവേത് ഒരു ബസ്സിൽ കയറിയിട്ട് ചെയ്യാതിരിക്കുക. ട്രെൻഡിങ് ആവാനൊക്കെ എന്തോരം വേറെ വഴികളുണ്ട്. അത് വേറെ ഒരാളുടെ കുടുംബം തകർത്തിട്ടാവരുത് ഒരു റീച്ചിനും ലൈക്കിനും വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത്. കാരണം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം അടുത്തിരിക്കുന്ന ആ ഒരു മനുഷ്യന്റെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ആ പുള്ളിക്കാരി എന്ത് ഷൂട്ട് ചെയ്ത് എന്തിനാണ് ഇത് ഇട്ടതെന്നുള്ള ഒരു കാര്യം അറിയില്ല. നാളെ ഒരു സമയത്ത് ഇതുപോലത്തെ ഒരു പെൺകുട്ടിക്ക് ഒരു സംഭവം ഉണ്ടായിട്ട് അപ്പോൾ അത് തീർത്തും നേരായ സംഭവം ആണെങ്കിൽ പോലും ഇമാതിരി ഇൻഫ്ലുവൻസസ് കാരണം അല്ലെങ്കിൽ ഇമാതിരി കാര്യങ്ങൾ കാരണം നാളെ ആ പെൺകുട്ടിക്ക് സംഭവിച്ചതിനെതിരെ ചോദ്യം വരും. കാരണം ഇത് ഇങ്ങനെ ആയിരുന്നോ എന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യത്തിനെതിരെ ചോദ്യം വരും. ആളുകളും അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളും ജീവിച്ചു പൊക്കോട്ടെ, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു വീഡിയോ കാണുമ്പോൾ അത്രയ്ക്കുള്ള ഒരു മനസ്സിലൊരു വിഷമമാണ് തോന്നിയത്. അത്രയ്ക്കും കാരണം ഒരു ട്രെൻഡിങ് ആവാൻ അല്ലെങ്കിൽ ഒരു റീച്ചിന് ലൈക്കിനും വേണ്ടിയിട്ട് ഒരു കുടുംബം തന്നെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ തന്നെ എന്താ പറയണ്ട ശിഥിലമാക്കാൻ തയ്യാറായിട്ടാണോ ഓരോരുത്തർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഭയങ്കര വിഷമമായിട്ട് നമുക്ക് തോന്നുന്നു. അപ്പം ദയവേത് മിസ്യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഡിപെൻഡൻസ്, നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് കിട്ടുന്ന ലോ എല്ലാം നിങ്ങൾക്കെല്ലാം അനുകൂലം എല്ലാം ഓക്കെയാണ്. ബട്ട് അത് മിസ്യൂസ് ചെയ്യാതിരിക്കുക. അത്ര എനിക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളൂ.